ഇന്ന് നമ്മൾ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അറിയാം ഏതാ സ്ഥലം എന്ന്. അതെ, ബേക്കൽ കോട്ട. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കോട്ടയത്. സഞ്ചാരികളുടെ ഒരു പറുദീസ എന്നൊക്കെ പറയാവുന്ന ഒരു കോട്ടയാണ് ഈ ബേക്കൽ കോട്ട എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ടൗണിനടുത്താണ് ഈ ബേക്കലിൽ സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ബ്രിട്ടീഷുകാർക്ക് മുമ്പേ പണി കഴിപ്പിച്ചൊരു കോട്ടയായിട്ടാണ് തോന്നുന്നത് ഇതിനെ അംഗീകരിക്കപ്പെടുന്നത്. കാരണം 1650 ശിവപ്പ നായക് എന്ന് പറയുന്ന രാജാവാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത്. അപ്പോൾ നമ്മൾ കോട്ടേൻ്റെ ഉള്ളിൽ അങ്ങനെ കയറി ടിക്കറ്റ് എടുക്കാനുണ്ട്. അതെടുത്ത് ഉള്ളിൽ കയറി ഇതാണ് അതിൻ്റെ ഈ കോട്ടേൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നൊരു ഭാഗമായത്. ഈ കോട്ടേൻ്റെ വാച്ച് ടവർ എന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ചുറ്റും നോക്കി കഴിഞ്ഞാൽ കോട്ടയ്ക്ക് ചുറ്റുമുള്ള എല്ലാ സംഭവവും കാണാൻ പറ്റും. അങ്ങ് ദൂരെ കടലിൻ്റെ അങ്ങനെ ഇറങ്ങുന്ന ശത്രുക്കളാരും വരുന്നുണ്ടോ എന്തെങ്കിലും നോക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും കണ്ട എത്ര ദൂരെ നിന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പോയതൊരു മഴേൻ്റെ ഒരു ഷെയ്ഡുള്ളൊരു സമയം കൂടി ആയതുകൊണ്ട് കാർമേഘവും പിന്നെ താഴെയുള്ള പുല്ലിൻ്റെ പച്ചപ്പുണ്ടല്ലോ അതെല്ലാം കൂടി നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പണ്ട് ഈ വാച്ച് ടവറിൽ ഉണ്ടാക്കിയ വെച്ചാൽ പുറമേ നിന്ന് ശത്രുക്കളാരങ്ങൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കൂടി ഈ വാച്ച് ടവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ഇവിടെ വരുന്ന ഒരാളും ഇവിടുന്ന് ഫോട്ടോ എടുക്കാണ്ട് എന്തായാലും ഇറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം അത്രയും മനോഹരമാണ് അവിടെ നോക്കുമ്പോൾ വ്യൂ. അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നു പോകുമെന്ന് ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ളൊരു കോട്ടയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ശിവപ്പ നായകർ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇത് വരുന്നത് ടിപ്പു സുൽത്താൻ്റെ കൈകളിലേനു ഈ കോട്ട. അപ്പോൾ ടിപ്പുവിന് ഇത് മലബാർ കീഴടക്കാൻ വേണ്ടിയിട്ട് ഈ കോട്ട വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലബാറിലെ ടിപ്പുവിൻ്റെ മെയിനായിട്ടുള്ളൊരു പട്ടാളത്താവളം കൂടിയേനും ഈ ഒരു കോട്ട എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കടലിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഇടനാഴിയിലൂടെയുള്ള വ്യൂ ആയത്. അപ്പോൾ നമ്മൾ ആ കടലിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ മഴ സമയമായതുകൊണ്ട് കടൽ കുറച്ചൊന്ന് ശോഭിച്ചിട്ടുണ്ടായത്, കുറച്ചൊന്ന് റഫായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ ആ കടലിൻ്റെ ആ വ്യൂവിലേക്ക് ഇങ്ങനെ ഒരു ഇടനാഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് എങ്ങനെ ഇറങ്ങി പോവാ വേണ്ടത്. അപ്പോൾ മലബാർ കീഴടക്കാൻ വേണ്ടിയിട്ട് ടിപ്പു ഉപയോഗിച്ച ഒരു സൈനിക താവളമാണ് ഈ ബേക്കൽ കോട്ട എന്ന് പറയുന്നത്. ചരിത്രപരം എന്നതിലുപരി നല്ലൊരു വ്യൂവും കൂടിയാണ് നമുക്ക് ഈ കോട്ടയിൽ വന്നാൽ കിട്ടുക. അങ്ങനെ മൈസൂർ സുൽത്താൻ ബേക്കൽ കോട്ടയിൽ അർമാദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 4ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം വരുന്നത് 1799 ബ്രിട്ടീഷുകാരുമായിട്ട്. അപ്പോൾ അതിൽ ടിപ്പു സുൽത്താൻ മരിക്കുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ ഈ ബേക്കൽ കോട്ടേൻ്റെ കൺട്രോൾ മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം പിന്നെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തന്നെയാണ് ഈ കോട്ട ഉണ്ടായത്. അവർക്കത് പിന്നെ വ്യാപാരത്തിൻ്റെ ആയാലും പിന്നെ യുദ്ധത്തിനായാലും എല്ലാം ഈ കോട്ട വളരെ അധികം ഉപകാരപ്രദമായെന്നാണ് പറയുന്നത്. നമ്മൾ താഴെ ആ കടലിൻ്റെ അടുത്തെത്തി. അപ്പോൾ കടലിൻ്റെ ആ ഒരു ദൃശ്യങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ട് അപ്പോൾ കടൽ വന്നിട്ട് പാറൊക്കെ അടിക്കുന്ന ഒരു സീനുണ്ടല്ലോ, തിരമാല വന്നിട്ട് പാറൊക്കെ അടിച്ച് മുകളിലേക്ക് തെറിക്കുന്ന ഒരു സീന്. അതിൽ നല്ലൊരു വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ മഴ സമയത്ത് കുറച്ച് ഒന്ന് ഡേഞ്ചർ കൂടിയാണ്. കാരണം കടൽ എപ്പോഴാണ് പ്രക്ഷുബ്ധമാകുകയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ഭയങ്കര ഡേഞ്ചറായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. നമ്മൾ അവിടുന്ന് മുകളിലേക്ക് കയറിയപ്പോൾ അവിടെ ചെറിയൊരു നിരീക്ഷിക്കാനുള്ളൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല കാഴ്ച കാണാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് എടുത്ത് കണ്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വ്യൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്നിങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിരീക്ഷിക്കാനുള്ളൊരു മറിഞ്ഞിരുന്ന് നിരീക്ഷിക്കാനുള്ള ഒരു ഏരിയകളുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് അവിടെ ഒരു മയിലിങ്ങനെ
വെക്കുന്നത്. കാരണം മഴ ആയതുകൊണ്ട് അതിലിങ്ങനെ പീലി വിടർത്തിയിട്ട് നിർത്താൻ വെക്കുമല്ലോ. അപ്പോൾ അത് കണ്ടത്. അപ്പോൾ ആ ഒരു നല്ല മനോഹര ദൃശ്യം കൂടി നമുക്ക് ഈ വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് ആ മയിൽ. പക്ഷേ നൃത്തത്തിന് ഫുള്ള് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം നമുക്ക് പുറംതിരിഞ്ഞിട്ടാണ് മയിലുണ്ടായത്. ഫുള്ള് പീലിയുണ്ട്, കുറേ മയിലുകളുണ്ട്. ഇതൊന്നും മാത്രമല്ല, കുറേ ഉണ്ട്. അതായത് ഈ ഓരോ വാച്ച് ടവറിലും ആൾക്കാർ നിൽക്കില്ലേ, അതുപോലെ ഓരോ ഇതിലും നിരീക്ഷണത്തിൻ്റെ ഇതിലും ഓരോ മയിലുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു ആ ദിവസം നമ്മൾ പോയ ദിവസത്തിൽ. ആ പീലി വിടർത്തി ആടുന്നത് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. അങ്ങനെ നമ്മളിത് വീണ്ടും എൻഡിലെത്തിയിട്ടുണ്ട്. എൻ്റെ മീൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അവിടെ തന്നെ ചുറ്റിയിട്ട് അങ്ങനെ എത്തുന്നത്. വാർഡിലുള്ള പൂക്കളാണിത്. ഗാർഡനിൽ നല്ലോണം വെച്ചിട്ടുള്ള പൂക്കളും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ ഇത് എത്തിയപ്പോൾ ഇത് ബോംബെ പ്രസിഡൻസിയിലാണ് ഈ ഏരിയ മൊത്തം ഉണ്ടായിട്ടുണ്ടായത്. അതുപോലെ തന്നെ ടൂറിസം പരമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ കേരള സ്റ്റേറ്റ് ഇതിന് ടൂറിസം ഏരിയ ആയിട്ട് കണക്കാക്കിയത് 1992 ഡിക്ലെയർ ചെയ്തത് ഒരു ടൂറിസം എന്നുള്ള നിലക്ക്. അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകൾ സിനിമേൻ്റെ ലൊക്കേഷനായിട്ടും ഈ ഒരു കോട്ട വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും പറയാനുള്ളത് ബോംബെ എന്നുള്ള പടം, അതിൻ്റെ ഉയിരെ എന്നുള്ളൊരു പാട്ട് ഇവിടുന്ന് ഷൂട്ട് ചെയ്തതാണ്. അതുപോലെ ഗർഷോ എന്നുള്ളൊരു മലയാള പടം ഉണ്ടേനു. ഗർഷോ എന്തോ ആദ്യം ഷൂട്ട് ചെയ്ത മലയാള പടം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ നമ്മൾ മൊത്തം കറങ്ങി എല്ലാം ആകുമ്പോഴത്തേക്കാണ് മഴ അങ്ങ് പെയ്തു, നല്ല മഴ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഈ ജ്യൂസൊക്കെ വെക്കുന്നൊരു ചെറിയൊരു തട്ടുകട പോലത്തെ ഒരു സംഭവമുണ്ട് ഈ കയറുന്ന സ്ഥലത്ത് തന്നെ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് നേരം നിന്ന് അപ്പോൾ അടുത്ത വ്യൂസായത്. അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളങ്ങ് മെല്ലെ അങ്ങ് ഇറങ്ങി. അപ്പോൾ ഇത്രയാണ് ബേക്കൽ കോട്ടേൻ്റെ കാര്യങ്ങളും വ്യൂസും ഒക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.